2 ദിവസത്തെ നോമ്പും 1 ദിവസത്തെ പെരുന്നാളിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് മിന്നു തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ആളിൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, ആൾ ഭയങ്കര വിഷമത്തിലാണ്. 2 ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. 2-3 ആഴ്ച മുന്നേ തുടങ്ങും, ലീവിന് വരുക, സന്തോഷം. പക്ഷെ തിരിച്ചു പോകുമ്പോൾ ഇതാണ് അവസ്ഥ. ഹോസ്റ്റലിൽ നിൽക്കുന്നവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. 2 ദിവസം അവധിക്ക് വരുവാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലായിരിക്കും വരിക. 1 മാസത്തെ ലീവിന് വരുന്ന പോലെ ആയിരിക്കും ആ ഒരു സന്തോഷം. പക്ഷെ 2 ദിവസം ടപ്പേന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര സെൻറ്റി അടിച്ചിട്ടായിരിക്കും പോവുക. അപ്പോൾ അതാ എന്താണേലും മിന്നുവിൻ്റെ ട്രെയിൻ 6 മണിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഒരു ഷവർമയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചൊരിടത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഷവർമ വാപ്പച്ചായ്ക്കും ഉമ്മച്ചായ്ക്കും മിന്നുവിനും ഇക്കുവിനും ഷവർമ ഓർഡർ ചെയ്തു. നേയാൻകുട്ടനും എനിക്കും കൂടെ മോമോസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോമോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. ഷവർമയും അതിനോടൊപ്പം നിന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മിന്നുവിൻ്റെ ട്രെയിനിനുള്ള സമയമായി. ആൾ എല്ലാവരോടും യാത്രയൊക്കെ പറയാണ്. ഇതാണ് പോകുമ്പോഴുള്ള അവസ്ഥ. ഭയങ്കരമായിട്ട് വിഷമിച്ചാണ് പോകുന്നത്. ഒന്ന് തൊട്ടാ മിന്നു കരയുമോ എന്ന് ചോദിച്ചാൽ അവൾ ഇപ്പം കരയും എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഭയങ്കര സങ്കടപ്പെട്ടൊക്കെയാണ് പോകുന്നത്. അടുത്ത അവധിക്ക് വരാമെന്നൊക്കെ പറഞ്ഞ ആൾ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്താ ട്രെയിൻ എത്തി. അങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് പോകണം. ആ ഒരു സമയത്തൊക്കെ നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്യുമെന്ന് വിചാരിച്ചതേ ഉണ്ടായിരുന്നില്ല. പക്ഷെ മിന്നുവിൻ്റെ ട്രെയിൻ അങ്ങോട്ട് പോയത് നല്ല ഇടിയും വെട്ടി നല്ലൊരു ഒന്നാന്തരൊരു മഴ അങ്ങ് പെയ്തു. നല്ല രസമുള്ളൊരു മഴ അങ്ങ് പെയ്തു. കുറേ നേരം 1 മണിക്കൂറിന് മേലെ ഈ ഒരു മഴ കാരണം ഞങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നത്. അത്രയ്ക്ക് മഴയായിരുന്നു. എന്തായാലും മഴ അടിപൊളിയായിരുന്നു ഗൈസ്.